evening. Next we discuss error checking, error handling in Excel. Okay. Excel provide error handling functions to manage errors. Three functions are discussed under this topic. First one, if error. In previous session we already discussed about if error function, and we know about that, and what is actually its function. It replaces the cell errors with the specific value. Okay, so if a cell formula or value is an error, then it will be replaced by a specific message or text. Okay, അപ്പം നമ്മുടെ ഒരു സെല്ലിൽ എറർ ആണെങ്കിൽ ആ എററിന് പകരം ആളുകൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഒരു മെസ്സേജ് കൊടുക്കും. കാരണം എററിൻ്റെ ഒരു കോഡ് കണ്ടാൽ ആർക്കും ഒന്നും മനസ്സിലാവത്തില്ല. അപ്പോൾ അത് മനസ്സിലാവുന്ന രീതിയിലേക്ക് ഒരു സ്ട്രിങ് റീപ്ലേസ്മെൻറ്റ് കൊടുക്കുന്ന ഫങ്ഷനാണ് ഈ എറർ ആണെങ്കിൽ. അപ്പോൾ എററിനെ ഗ്രേസ്ഫുള്ളി നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാം ഫോർ യൂസർ ഫ്രണ്ട്ലി. ഓക്കെ, അപ്പം എക്സാമ്പിളായിട്ട് B2 വാല്യൂ 0 ആണെങ്കിൽ A2/B2 എന്ന് പറയുന്നത് A2/0 ആവും. അത് 0 വെച്ചിട്ടുള്ള ഡിവിഷൻ ഇതുവരെയും ഡിഫൈൻ ചെയ്തിട്ടില്ല, ആരും ഒന്നും കണ്ടെത്തിയിട്ടില്ല, 0 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം എറർ ഡിവിഷൻ ബൈ 0 എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് മനസ്സിലാവും അതാണ് ഉദ്ദേശം. ഓക്കെ, ഇനി നമ്മൾ കൊടുത്തില്ലെങ്കിൽ അവിടെ വരിക #div/0 എക്സ്ക്ലമേറ്ററി എന്നുള്ള ഒരു കോഡാണ്. അപ്പോൾ അത് കണ്ടാൽ മനസ്സിലാവില്ല. അപ്പോൾ മനസ്സിലാവുന്ന രീതിക്ക് ഒരു മെസ്സേജ് ആക്കുക എന്നുള്ളതാണ് ഈ എററിൻ്റെ ജോലി. ഇനി ഈ ഒരു സെഷനിൽ വരുന്ന അടുത്ത ഫങ്ഷനാണ് ഈസർ. അതായത് ഒരു സെല്ലിലെ വാല്യൂ എറർ ആണോ അല്ലയോ, അപ്പം നമുക്ക് മനസ്സിലാവാത്ത കോഡുകളാണോ എന്ന് ചെക്ക് ചെയ്യുന്ന ഫങ്ഷനാണ് എന്ത്, ഈസർ. ആണെങ്കിൽ അത് ട്രൂ റിട്ടേൺ ചെയ്യും. ഓക്കെ, അപ്പോൾ സിൻറ്റാക്സ് ഈസ് എറർ ഓഫ് വാല്യൂ അല്ലെങ്കിൽ സെല്ല്. ഇവിടെ A2 ആണ്, ഇത് എക്സാമ്പിളാണ്, സിൻറ്റാക്സ് എഴുതി വരിക കേട്ടോ. ചെക്സ് if A2 contain an error. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഹാഷ് വെച്ചും ഒക്കെ തുടങ്ങുന്ന ഐറ്റംസ് ആണോ, ഹാഷ് നോട്ട് അപ്ലിക്കബിൾ, ഹാഷ് വാല്യൂ, ഇങ്ങനെയുള്ള സാധനങ്ങളാണോ സെല്ലിലുള്ളത് എന്ന് ചെക്ക് ചെയ്യുന്ന ഫങ്ഷനാണ് ഈസർ. ആണെങ്കിൽ ആ എററിന് എറർ കൊടുത്ത് അവിടെ നല്ല മെസ്സേജ് വരുത്താം. ഓക്കെ, ഇനി ദ ലാസ്റ്റ് function type under this error handling functions in Excel is error.type. Okay, error.type, എററിൻ്റെ ടൈപ്പ് കണ്ടെത്തുക, എന്നിട്ട് അതിന് കറസ്പോണ്ടിങ് ഒരു വാല്യൂ റിട്ടേൺ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈക്വൽ ടു error.type ഓഫ് ആ സെല്ല്. അപ്പോൾ സെല്ലിലിപ്പോൾ #div/0 എക്സ്ക്ലമേറ്ററി, നോട്ട് അപ്ലിക്കബിൾ, ഇതൊക്കെയാണ് ഉള്ളതെന്ന് വിചാരിക്കുക. അപ്പോൾ എറർ ടൈപ്പ് റിട്ടേൺ ചെയ്യുന്ന വാല്യൂസ് 2 and 7 ആണ്. ഓക്കെ, അപ്പോൾ അപ്പം ആ എറർ കോഡിന് പകരം എറർ നമ്പർ, അതാണ് error.type-ൻ്റെ ടൈപ്പ് ഐഡൻറ്റിഫൈ ചെയ്ത് അതിൻ്റെ കറസ്പോണ്ടിങ് നമ്പർ റിട്ടേൺ ചെയ്യുന്ന ഫങ്ഷനാണ് error.type ഓഫ് സെൽ വാല്യൂ. ഓക്കെ, ഇനി ഈ ഒരു സെഷനിൽ കണ്ടീഷണൽ ഫോർമാറ്റിംഗ് വഴിയും നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് എറർ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പം അതിന് വേണ്ടിയിട്ട് കണ്ടീഷണൽ ഫോർമാറ്റിങ്ങിൽ ഡ്യൂപ്ലിക്കേഷന് കണ്ടെത്തി. ഓക്കെ, അതേപോലെ തന്നെയാണ് ഇവിടെ ന്യൂ റൂളിൻ്റെ അണ്ടറിൽ യൂസ് എ ഫോർമുല ടു ഡിറ്റർമിൻ വിച്ച് സെൽ ടു ഫോർമാറ്റ്. ഇതൊക്കെ ചെയ്ത് നോക്കണം കേട്ടോ. കണ്ടീഷണൽ ഫോർമാറ്റിംഗ് കംപ്ലീറ്റ്ലി നമ്മൾ ചെയ്ത് നോക്കണം. അപ്പോൾ അവിടെ ഫോർമുലയായിട്ട് ഈസ് എറർ ഓഫ് A2 എന്ന് പറഞ്ഞ സെല്ലിൽ എറർ ആണോ എന്ന് ചെക്ക് ചെയ്യാണ്. റിട്ടേൺ ട്രൂ അടിക്കും. ആണെങ്കിൽ നമ്മൾ റെഡ് കളർ വെച്ച് ഹൈലൈറ്റ് ചെയ്യണം എന്ന് സെറ്റ് ചെയ്യും. അപ്പോൾ കണ്ടീഷൻ ഫോർമാറ്റിങ്ങിൽ ന്യൂ റൂളിൽ ഫോർമുല ഏതാണ്, ഈസ് എറർ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോഴാണ് എന്തുണ്ടാവുക,
എററിനെ ഹൈലൈറ്റ് ചെയ്യുന്ന കണ്ടീഷൻ ഫോർമാറ്റിംഗ് ആവുള്ളൂ. മറ്റേത് നമ്മൾ ഫസ്റ്റ് പഠിച്ച കണ്ടീഷൻ ഫോർമാറ്റിംഗ് റേഞ്ചിനെ ബേസ് ചെയ്തിട്ട് കളർ കൊടുക്കുകയായിരുന്നു. പിന്നെ നമ്മൾ ഡ്യൂപ്ലിക്കേറ്റിനെ കണ്ടെത്തി, അതായത് ഒരേപോലുള്ള വാല്യൂസ് വന്നാൽ അവർക്ക് ഒരു കളറ്, ഓക്കെ, അല്ലെങ്കിൽ അവരെ ഹൈലൈറ്റ് ചെയ്യാം. ഇവിടെ എന്താണ്, എറേഴ്സ് വന്നിട്ടുണ്ടെങ്കിൽ ആ സെല്ലുകളെ റെഡ് കളറിൽ ഹൈലൈറ്റ് ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ റെഡ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് യൂണിറ്റ് 4 ആണ്. ഓക്കെ, നെക്സ്റ്റ് യൂണിറ്റ് 5 ആണ്. നമ്മളുടെ ചാർട്ടും കാര്യങ്ങളുമാണ് അതിൻ്റെ വിഷ്വലൈസേഷൻ. ഡാറ്റ വിഷ്വലൈസേഷനിലാണ് ചാർട്ടുകൾ വരുന്നത്. കാരണം നമ്മൾ ടേബുലർ ഫോമിൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഡാറ്റകളെ ചാർട്ട് രൂപത്തിലേക്ക് മാറ്റുകയാണ്. എന്തിനാണ് ചാർട്ടാക്കുന്നത്? അണ്ടർസ്റ്റാൻഡിങ് ലെവൽ കൂടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓക്കെ, അപ്പോൾ നമുക്ക് കമ്മ്യൂണിക്കേഷൻ കൺവേ അല്ലെങ്കിൽ ഇൻഫോർമേഷൻ എക്സ്ചേഞ്ച് കൺവേ ചെയ്യാവുന്ന ഈസിയസ്റ്റ് വേ ആണ് ഗ്രാഫിക്കൽ മോഡ് എന്ന് പറയുന്നത്. സോ അപ്പോൾ അതൊരു വിഷ്വൽ ട്രീറ്റ് ആണ്. അപ്പോൾ അതിൽ ആണ് ഇനി നെക്സ്റ്റ് നമ്മൾ ഫോക്കസ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.